എവിടെ? മോനെ ചിത്തിരേ, ഞാൻ പറഞ്ഞതൊക്കെ ചെയ്തോ? ഓ ചെയ്തു. പിടിക്കൻ. ഞാൻ ഉടനെ റെഡിയാകും. സാർ എപ്പോ എത്തും? 5 മണി. ആ, ദൂരി ഇതാ വരുന്നേട്ടാ. ഇത് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. 1600 രൂപയാണ്. റബ്ബറിന്റെ വിലയും വിളവും കൂടി. ദേവിയും കുട്ടികളും ഇവിടെ. ദേവിയുടെ കൂടെ പൂജ നടത്തുന്നു. ഞാൻ വരുന്നു. ഡാഡി, മക്കള് അകത്തേക്ക് വരൂ. പൊക്കോ, പൊക്കോ. പൊക്കോ. ഈ ആഴ്ച റബ്ബറിന്റെ വിലയും വിളവും കൂടുതലാണത്രേ. 1200 രൂപയുണ്ട്. ചേച്ചി, ഇത് സ്വാമിയുടെ അനുഗ്രഹമാണ്. അപ്പൂയിൽ നിന്നും വാങ്ങിയ 10,000-ൽ നിന്നും 1000 തിരികെ കൊടുക്കാം. ശരി, അങ്ങനെ ആവട്ടെ. എന്താ? അപ്പു എവിടെ? കാപ്പി കുടിക്കുകയാണ്. ഇരിക്കൂ. തമ്പിയുടെ സഹോദരി വന്നിട്ടുണ്ട്. അകത്തേക്ക് വരാൻ പറഞ്ഞു. ശരി. അകത്തേക്ക് വരാൻ പറഞ്ഞു. കാപ്പി കുടിക്കുന്നു? വേണ്ട. അപ്പുവിന്റെ പണം കൊണ്ട് ക്ഷേത്രം പണിയൊക്കെ ഭംഗിയായി. വരുമാനം വർദ്ധിച്ചു. കടം വാങ്ങിയ രൂപയിൽ നിന്നും 1000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനാണോ ഇപ്പൊ വന്നത്? നാളെ വിഷുവാണ്. വിഷുവിന് മുമ്പ് തരണമെന്ന് തീരുമാനിച്ചതാണ്. കിട്ടിയപ്പോ ഉടനെ ഇനി കൊണ്ടുപോന്നു. ഇതാ. അവിടെ വെച്ചോളൂ. ശരി. ദേവി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പൊ എന്ത് ചെയ്യുന്നു? കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കുന്നു. പിന്നെ IAS എഴുതിയിട്ടുണ്ട്. രവി എന്ത് ചെയ്യുന്നു? IPS ട്രെയിനിങ്ങിലാണ്. ദേവിയെ പേരനറിയോ? എന്റെ കൂടെ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. BA ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പു, ദേവി പുരുഷന്മാരുടെ മുഖത്ത് നോക്കത്തില്ല. മോളെ, നമ്മുടെ സ്കൂളിൽ ടീച്ചറോ ക്ലർക്കോ ആയി ജോലി നോക്കും. ശരി. തിങ്കളാഴ്ച തന്നെ ജോലി പ്രവേശിച്ചോളൂ. വളരെ സന്തോഷം. വരട്ടെ. ചേച്ചി, ഒരു സന്തോഷ വാർത്ത. എനിക്ക് ജോലി കിട്ടി. എന്ത് ജോലി? എവിടെ? അപ്പുവിന്റെ സ്കൂളിൽ ടീച്ചറായിട്ട്. ദൈവാനുഗ്രഹം. നാളെ വിഷുവാണ്. ക്ഷേത്രത്തിൽ പോണം. വാ മോനെ. ചിത്തിരേ. ദേവി സ്കൂളിൽ പോകുന്നില്ലേ? സ്കൂളിൽ ഇന്ന് വിഷു ലീവാണ്. ട്യൂഷൻ കുട്ടികൾ വരും. കൺവേർട്ട് ഇൻ ടു പാസീവ് വോയിസ്. രാജു killed a snake. Raju is subject, snake is object. This is active voice.
ലല്ലു, ഹാപ്പി വിഷു. ചേച്ചി, ഈ കോവിലിന്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ട്. ചേച്ചിക്കറിയാമോ, എനിക്ക് 9 വയസ്സുള്ളപ്പോൾ എന്റെ അണ്ണനെ കാണാതെ പോയി. ആ വിഷമത്തിൽ ഞാനും അച്ഛനും അമ്മയും കൂടി ശബരിമലയിൽ പോയി. അതിനുശേഷം അമ്മ പറഞ്ഞു തിരുപ്പതിയിൽ പോകാമെന്ന്. അച്ഛനും ഞാനും പറഞ്ഞു ഗുരുവായൂരിൽ പോയാ മതിയെന്ന്. എന്നിട്ട് പക്ഷേ അമ്മയുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ തിരുപ്പതിയിൽ പോയി. തിരുപ്പതിയിൽ ട്രെയിൻ ഇറങ്ങുമ്പോൾ എന്റെ സ്വർണ്ണമാല കാണാതെ പോയി. അച്ഛനും അമ്മയും മലയിൽ പടികയറിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പടി കയറാതെ മാല പോയ വിഷമത്തിൽ കരഞ്ഞുകൊണ്ടിരുന്നു. ഈ അവസരത്തിൽ ഒരപ്പൂപ്പൻ എന്നെ വിളിച്ച് ഒരു കാശുമാല കാണിച്ചുകൊണ്ട് ഇത് ധരിച്ചുകൊള്ളാൻ പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, മോളുടെ അണ്ണനെ കാണാതെ പോയോ എന്ന്. ഞാൻ അതേന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോൾ അച്ഛന്റെ അമ്മയുടെയും കൂടെ 7 മല കയറിപ്പോയി ദർശനം നടത്തൂ. അതിനുശേഷം 7 ദിവസം കഴിഞ്ഞ് അണ്ണൻ വീട്ടിൽ വന്നെത്തുമെന്നും പറഞ്ഞു. ഞാൻ കണ്ണീർ തുടച്ചിട്ട് നോക്കിയപ്പോ ആ അപ്പൂപ്പനെ കാണാനില്ലായിരുന്നു. ഞാൻ അച്ഛന്റെ അമ്മയുടെയും കൂടെ ദർശനം നടത്താൻ പടി കയറി. എനിക്ക് രൂപ വേണ്ട. ഞാൻ ഗുരുവായൂരിൽ താമസം മാറുകയാണ്. മോളൊരു ഭാഗ്യക്കുറി വാങ്ങും. ദൈവാനുഗ്രഹം ഉണ്ടാകും. ഒരു ഭാഗ്യക്കുറി വേണം. ഒന്നൊഴിയോ? പലോചന കണക്ക് കുറിക്കുകയാണോ? ഇതാ ഞാൻ വന്നിരിക്കുന്നത് 25 ലക്ഷം രൂപയാണ്. 25 ലക്ഷം രൂപയോ? നീ എന്തു പറയുന്നു? പൂജാരി തന്ന രൂപ കൊണ്ട് ഞാൻ 25 ലക്ഷം രൂപയ്ക്കുള്ള ഒരു ടിക്കറ്റ് എടുത്തു. ആ, ചേച്ചി തന്നെ ഇത് വെച്ചോളൂ. വേണ്ട, നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. 25 ലക്ഷം ഒന്നും സൂക്ഷിക്കാൻ എന്നെ കൊണ്ടാവില്ല. എനിക്ക് സൂക്ഷിക്കാൻ യാതൊരു പ്രയാസമില്ല. കിട്ടിയാൽ ചില പ്ലാൻ ഉണ്ട്. എന്ത് പ്ലാൻ? അത് അപ്പോൾ പറയാം. ഇപ്പോൾ കളരി പിടിപ്പിക്കാൻ പോകുന്നു. ലല്ലു. പേരിന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം. ജാതി ഏതായാലും കുഴപ്പമില്ല. അപ്പോ എങ്ങനെ? അതുപോലെയാണ് ഞാൻ. എനിക്കിതിലൊന്നും താല്പര്യമില്ല. അപ്പോ ഇതിനെക്കുറിച്ച് ഇനി എന്റെ അടുത്ത് സംസാരിക്കരുത്.